ഇസ്രായേലിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അയൺ ഡോമാണ്. പലതരത്തിലുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നതിനാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട്, അമേരിക്കയിലും അയൺ ഡോം സ്ഥാപിക്കും ഇസ്രായേലുമായിട്ട് സഹകരിച്ചുകൊണ്ട് എന്ന തരത്തിൽ. അങ്ങനെ ലോകത്താകമാനമുള്ള രാജ്യങ്ങൾ ഇതിനെ വളരെ നോക്കിക്കൊണ്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു. അതുവരെ ലോകം കാണാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക സംവിധാനവും സുരക്ഷാ സംബന്ധമായ രീതിയിലുള്ള വലിയൊരു പ്രതിരോധവുമാണ് യഥാർത്ഥത്തിൽ അയൺ ഡോം എന്ന് പറയുന്നത്. അതുകൊണ്ട് അയൺ ഡോം ഉണ്ട് എന്നതിനോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ പത്രങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ എഴുതിയത്, ഇനി സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഗവൺമെന്റിനും സുഖമായിട്ട് ഉറങ്ങാം. തങ്ങളുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് നിന്ന് ആക്രമിച്ചാൽ അയൺ ഡോം എന്ന് പറയുന്ന സംവിധാനം ആ വസ്തുവിനെ കണ്ടെത്തി നശിപ്പിക്കുക തന്നെ ചെയ്യും. സൈന്യം വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന തരത്തിലായിരുന്നു. എന്നാൽ ഒക്ടോബർ 7 കൂടി അത് തകർത്തെറിയപ്പെട്ടു എന്നുള്ളതാണ്. അതിന് ഉപയോഗിക്കപ്പെട്ട സാങ്കേതിക വിദ്യകളും സംവിധാനങ്ങളും എന്താണ് എന്നുള്ളത് ഇപ്പോഴും ഇസ്രായേലിനോ ലോകരാജ്യങ്ങൾക്കോ മനസ്സിലായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നതോടനുബന്ധിച്ച് റഷ്യ ഈ അയൺ ഡോം സംവിധാനത്തെ തകർക്കാനുള്ള ആയുധ സംവിധാനം ഇറാന് നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ഏതൊക്കെ രീതിയിലുള്ള അല്ലെങ്കിൽ എത്രത്തോളം അത്യാധുനികമായിരിക്കുന്ന ആയുധമാണ് അയൺ ഡോം തകർക്കാൻ വേണ്ടി റഷ്യ നൽകിയത് എന്നതിനെ കുറിച്ചൊന്നും യാതൊരു വിവരവും നൽകിയിട്ടില്ല. പക്ഷെ പറയുന്ന കാര്യം ഇതാണ്, അയൺ ഡോം തകർക്കാനുള്ള ഏറ്റവും വലിയ സാങ്കേതിക വിദ്യയോടുകൂടി റഷ്യ നിർമ്മിക്കപ്പെട്ട ആയുധങ്ങൾ ഇറാന് കൈമാറി. ഇറാൻ ഇസ്രായേലുമായിട്ടൊരു യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ആദ്യം തന്നെ അയൺ ഡോം തകർത്തുകൊണ്ടായിരിക്കും ആ രാജ്യത്തേക്ക് ആക്രമിക്കാനുള്ള സാധ്യതയുള്ളത്. ഈ വിഷയങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്കും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അറിയാം എന്നതിനാൽ തന്നെയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്ന രാജ്യങ്ങളെല്ലാം യുദ്ധം അവസാനിപ്പിക്കണം, യുദ്ധത്തിന് ഇറാൻ മുദ്രയെടുത്തത് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പല ഘട്ടത്തിൽ ജോർദാന്റെ വിദേശകാര്യമന്ത്രി 3 ഘട്ടത്തിലാണ് അമേരിക്ക ഇറാനിലേക്ക് പറഞ്ഞയച്ചത് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ഇറാൻ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാൽ, തീർച്ചയായിട്ടും തങ്ങളുടെ രാജ്യത്തിന്റെ അതിർത്തി കയറി തങ്ങളുടെ അതിഥിയെ വെടിവെച്ച് കൊന്ന ഇസ്രായേലുമായിട്ട് തങ്ങൾക്ക് യാതൊരുവിധ സന്ധിയുമില്ല, യുദ്ധമല്ലാതെ ഇതിന് മറ്റൊരു പോംവഴിയുമില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് ജോർദാന്റെ വിദേശകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അയാൾ തിരിച്ചു പോരേണ്ട സ്ഥിതിവിശേഷം ഉണ്ടായത്. പരിഹാരങ്ങളൊന്നുമില്ലാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നും കൂടിയാണ് നമുക്ക് ഇതിൽ നിന്ന് വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഇപ്പോൾ എത്രയോ ആയി തുടങ്ങിയിട്ടുണ്ട് യുദ്ധം നിർത്തണം, യുദ്ധം ഒഴിവാക്കണം എന്ന കാര്യത്തിലൊക്കെ. അതിലൊക്കെ അവർക്ക് ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ഉക്രൈന്റെ യുദ്ധത്തിൽ നിന്ന് റഷ്യക്ക് പരമാവധി വിജയം നേടാൻ വേണ്ടി സാധിക്കും ഇപ്പോഴും അവർ വിശ്വസിക്കുന്നു. അങ്ങനെ സാധിക്കാത്തൊരു സ്ഥിതി വന്നാൽ ഇത് സാരമായ രീതിയിൽ ബാധിക്കുക യൂറോപ്യൻ യൂണിയനെയാണ്. കാര്യമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യമാണ് ഈ റഷ്യ എന്ന് പറയുന്നത്. ലോകത്താകമാനമുള്ള ആണവായുധത്തിന്റെ പകുതിയിൽ കൂടുതൽ റഷ്യയിലുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആണവായുധമുള്ള രാജ്യം എന്നതിനപ്പുറമായ രീതി രാജ്യം ഭരിക്കുന്ന പുടിൻ എന്ന് പറയുന്ന ഭരണാധികാരി ഏകാധിപതിയാണ് എന്നതിനാൽ പ്രതിപക്ഷമില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് യഥാർത്ഥത്തിൽ റഷ്യയിലൊക്കെ ഉള്ളത്. ഒരുപാട് പ്രതിപക്ഷ നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ അടിച്ചു എന്നും വെടിവെച്ച് കൊന്നു എന്നുള്ളൊക്കെ പല റിപ്പോർട്ടുകളൊക്കെ ഇലക്ഷനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. അതിന് കൃത്യമായ രീതിയിലുള്ള മറുപടി റഷ്യയുടെ ഭരണാധികാരികളോ പുടിനോ നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ തീർത്തും കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ഒരു വ്യക്തി എന്ന നിലക്ക് അവരുടെ കൈവശത്തിൽ ആണവായുധമുണ്ട് എന്ന് പറയുന്നത് ലോകത്ത് തന്നെ ഭീഷണിയാണ്. ആ ഒരു ഭയപ്പാട് യഥാർത്ഥത്തിൽ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഉക്രൈന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സെലൻസ്കി ഇതിനെക്കുറിച്ചൊരു പരാമർശം നടത്തിയിട്ടുണ്ട്. ഉക്രൈൻ പരാജയപ്പെടുകയോ ആ ഉക്രൈന് മേലുള്ള ആധിപത്യം റഷ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുകയോ ചെയ്താൽ തൊട്ടടുത്ത ദിവസം തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെ ആയിരിക്കും റഷ്യ ആക്രമിക്കുക എന്ന തരത്തിലാണ്. അത് വലിയ ഭയപ്പാട് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ ഉണ്ട്. റഷ്യ അങ്ങനെ ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സുപ്രഭാതത്തിലാണ് ഉക്രൈന്റെ അതിർത്തി കടന്നുകൊണ്ട് റഷ്യൻ സൈന്യം അതിക്രമിച്ച് കയറുന്നു. പിന്നീട് അവിടെ വെടിവെപ്പും വലിയ വിഷയമായിട്ട് അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പക്ഷവും രാജ്യം വിട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ള മറുപക്ഷവും ചേരി തിരിഞ്ഞുകൊണ്ടുള്ള ഏറ്റുമുട്ടൽ തുടങ്ങിയിട്ട് 2.5 വർഷം കഴിഞ്ഞു. ആര് വിജയിച്ചു എന്ന് ചോദിച്ചാൽ ആരും പരാജയപ്പെട്ടിട്ടില്ല, ആരും വിജയിച്ചിട്ടില്ല എന്നൊക്കെ തന്നെയാണ് അതിന്റെ ഉത്തരം. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം, യുദ്ധം കൊടുമ്പിരി കൊള്ളാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോഴും വിലയിരുത്തുന്നു. അന്താരാഷ്ട്ര മേഖലയൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചയാണ്. ഇറാൻ യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യും. അത് എപ്പോൾ ഏത് സമയത്ത് എങ്ങനെയൊന്നും അവർ പരാമർശിച്ചിട്ടില്ല. ഉചിതമായിരിക്കുന്ന സമയത്തും ഉചിതമായിരിക്കുന്ന കാലങ്ങളിലും തങ്ങൾ വേണ്ട വിധം പ്രതിരോധിക്കും എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചതാണ്.
അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ റഷ്യ ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങൾ കൈമാറിയിട്ടുണ്ട് എന്നുള്ളതും അയൺ ഡോം തകർക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ ആരിൽ നിന്നാണ് റഷ്യ കൈപ്പറ്റി എന്നുള്ളതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങൾ ഇപ്പൊ തന്നെ ഉയർന്നു വന്നിരിക്കുകയാണ്. യുദ്ധത്തിന്റെ മുഹൂർത്ത ഘട്ടത്തിൽ യഥാർത്ഥ ഈ റഷ്യയുടെ അകത്ത് ആയുധ ഫാക്ടറി സ്ഥാപിക്കാൻ വേണ്ടി ഇറാന് അനുമതി നൽകിയ വിവാദമായിരിക്കുന്ന ഒരു പ്രസ്താവന വന്നിരുന്നു. ഇപ്പോഴും ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റഷ്യയിൽ ആയുധ ഫാക്ടറികളുണ്ട്. അത് നിർമ്മിക്കുന്ന നല്ലൊരു ശതമാനം ആയുധം റഷ്യ സൈന്യത്തിലാണ് കൊടുക്കുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ സാധിച്ചതാണ് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടിനിടയിൽ പുറത്തു വന്നതാണ്. അപ്പൊ ഇവിടെ സാങ്കേതികപരമായിരിക്കുന്ന പല കാര്യങ്ങളും ഇസ്രായേലിൽ നിന്ന് ചോർന്നു പോയിരിക്കുന്നു. അതാരാണ് ഒറ്റുകൊടുത്തത് എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഹമാസിന്റെ നേതാവ് ഇസ്മായിൽ ഖനിയ കൊല്ലപ്പെട്ടത് ഒറ്റയാണ് എന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായ രീതിയിൽ അദ്ദേഹം താമസിക്കുന്ന വീടിന്റെ അകത്ത് അദ്ദേഹം ഉറങ്ങുന്ന റൂമിന്റെ നമ്പർ പോലും പുറത്ത് ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ആ പ്രദേശത്തെ കുറിച്ച് അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. അപ്പൊ അയൺ ഡോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം വരുന്ന സമയത്ത് ഇതിന് സമാനമായ രീതിയിൽ സാങ്കേതിക വിദ്യ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഒക്ടോബർ 7 യുദ്ധത്തിനോടനുബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ പല ഡ്രോൺ നിരീക്ഷണങ്ങളും ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന്റെ ആകാശത്തിലൂടെ ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതാണ്. അപ്പൊ അവർ പറയുന്നു തങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് വന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അത്തരം ഡ്രോണുകളൊക്കെ തുരത്താൻ വേണ്ടി ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ തന്നെ ഒരിക്കൽ അഭിപ്രായപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അപ്പോൾ വരുന്നത് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, ഞങ്ങൾ തുരത്തും എന്ന് വെച്ചാൽ വെടിവെക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ ഈ ഡ്രോണുകൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു. ഏതാനും സമയം കഴിഞ്ഞാൽ വീണ്ടും അത് വരുന്നു. അങ്ങനെ രാജ്യത്തിന്റെ അകത്ത്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തുള്ള അതീവമായിരിക്കുന്ന രഹസ്യങ്ങൾ ചോർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു എന്ന തരത്തിലാണ്. ആ സാധ്യതമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ചുകൊണ്ട് പിന്നീട് ഇതിന്റെ തുടർച്ചയാണ് ഉണ്ടാവുക എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇറാൻ ഇപ്പോൾ നിശബ്ദമാണ്, റഷ്യയും ഏറെക്കുറെ അങ്ങനെയാണ്. ആയുധങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു ഇറാന്റെ എയർപോർട്ടിലേക്ക്. അപ്പോൾ എയർപോർട്ട് പോലും ഫുള്ളായി കിടക്കുന്ന രീതിയിലാണ് ആയുധങ്ങളുടെ ഇറക്കുമതി നടക്കുന്നത്. സമാനമായിരിക്കുന്ന സ്ഥിതി, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ടാണ് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ വേണ്ടി അമേരിക്കയും ആയുധങ്ങൾ ഇറക്കി കളിക്കുന്നത്. അമേരിക്ക പല ഘട്ടങ്ങളിൽ കപ്പലാണ് കൊണ്ടുവരുന്നത്. കപ്പൽ സഞ്ചാരം അവർക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാക്കുന്നതാണ്. മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ കപ്പലുകൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലും ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ആരും മുന്നോട്ട് വരുന്നില്ല എന്ന തരത്തിലുള്ളൊക്കെ വലിയ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് അയൺ ഡോമിനെ തകർക്കാനുള്ള സാങ്കേതിക വിദ്യ ചോർന്നു പോയിരിക്കുന്നു എന്നുള്ളതാണ്. 2000 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈൽ യഥാർത്ഥത്തിൽ ഇറാന് നിർമ്മിച്ചിരിക്കുന്നു. അത് തങ്ങൾ ഇസ്രായേലിനെ തന്നെയാണ് ലക്ഷ്യമാക്കുന്നത്. അവര് ഇല്ലാത്തൊരു ലോകമാണ് ഉണ്ടാവേണ്ടത്. ഭൂപടത്തിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നീക്കം ചെയ്യാൻ ആവശ്യപരമായിരിക്കുന്ന സംവിധാനം യഥാർത്ഥത്തിൽ ലോകം ഒരുക്കണം എന്നുള്ള അഭിപ്രായമാണ് അവർക്കുള്ളത്. അപ്പോൾ ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം 500 കിലോമീറ്റർ വൈദൂരമുള്ള മിസൈലാണെങ്കിലും റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് 1500-2000 കിലോമീറ്റർ വൈദൂരത്തിലുള്ളത് നിർമ്മിച്ചുകൊണ്ട് ആ വസ്തുവിനെ റഷ്യക്ക് തന്നെ വിൽക്കുന്നു. ആരാണ് തന്നത് അവർക്ക് തന്നെ വിൽക്കുന്ന രീതിയിലുള്ള പ്രത്യേക ഒരു കാലാവസ്ഥ സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ റഷ്യ സുരക്ഷിത മേഖലയിൽ നിന്നുകൊണ്ട് തന്നെയാണ് കളിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനോടനുബന്ധിച്ചുള്ള ഒരു കളി ഇറാനും കളിക്കുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഗസയിലേക്കുള്ള വലിയ രീതിയിലുള്ള ആക്രമണം അത് അപലപിക്കാത്ത രാജ്യങ്ങളില്ല. ആ പ്രവൃത്തിയെ യഥാർത്ഥത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ പലകുറി നടത്തിയിട്ടും ഇസ്രായേൽ അത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്.